മത്തൻ വൻപയർ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം കുക്കറിൽ ശകലം വെള്ളം ഒഴിച്ച് വൻപയർ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ച് 4 വിസിൽ വേവിച്ചെടുക്കുക. മത്തൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ ചെറിയ ക്യൂബുകളായിട്ട് അരിഞ്ഞെടുക്കുക. ഏകദേശം 1/4 കിലോളം മത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൻപയർ 4 വിസിൽ കഴിഞ്ഞ് പ്രഷർ താഴുമ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ 1-2 വിസിലും കൂടെ വയ്ക്കുക. ഇതിപ്പം വൻപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ താഴെ ഒഴിച്ചിരിക്കുന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് മത്തൻ്റെ കഷ്ണങ്ങളും ചേർക്കുന്നത്. മത്തൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു വിസിൽ വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ ഒരു സ്പൂണ് കൊണ്ടോ അല്ലാതെ വലിയൊരു തവി കൊണ്ടോ അത് റിലീസ് ചെയ്ത് ഉടനെ തന്നെ തുറക്കുക. അപ്പം എരിശ്ശേരിയിൽ മത്തൻ്റെ കഷ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും മത്തന് വേവ് തീരെ കുറവാണ്. ഇപ്പം കുക്കറിലല്ല വേവിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ചട്ടിയിൽ ഇതുപോലെ മത്തൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക. അതിലേക്ക് വെന്ത വൻപയറും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വെള്ളം ഒന്ന് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ വൻപയർ ചേർത്തിട്ടുള്ളത് കൊണ്ട് കറി ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും. അതുകൊണ്ട് ശകലം ഗ്രേവിയോട് കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും. വിളമ്പുന്ന സമയത്തിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ആ സമയത്ത് തേങ്ങയുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു തേങ്ങയിൽ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 2 ചുവന്ന മുളകും കൂടെ ചേർത്ത് ശകലം വെള്ളം ഒഴിച്ച് ഒന്നുകിൽ സ്മൂത്തായിട്ട് അരച്ചെടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് തരിതരിപ്പോടെ അരച്ചെടുക്കുക. അതെങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് അരച്ചെടുക്കുക. അപ്പം കഷ്ണങ്ങളും വൻപയറും നന്നായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഒരു ടീസ്പൂൺ ശർക്കര ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് തേങ്ങയുടെ പച്ചമണവും മാറണം. ഒന്ന് കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് കിട്ടുകയും വേണം. ആവശ്യത്തിനുള്ള കരിവേപ്പിലയും ചേർക്കുക. ഈ സമയത്ത് ഒരു വറവ് നമുക്ക് തയ്യാറാക്കാം. അതിന് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ കടുക്, 2-3 ചുവന്ന മുളകും കറിവേപ്പിലയും, ഒരു 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ നമുക്ക് തേങ്ങ എടുക്കാം. കറിയിൽ തേങ്ങ കൂടുതൽ ചേർക്കും തോറും അതിന് സ്വാദ് കൂടുകയേ ചെയ്യത്തുള്ളൂ. നല്ല ചുമക്ക വറുത്തെടുക്കുക. ഇതിപ്പം എല്ലാം ഒരുപോലെ വറന്ന് കിട്ടണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ തേങ്ങ എല്ലാം ഒരുപോലെ വറന്ന് കിട്ടും. വറുത്ത തേങ്ങ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. താളിപ്പ് ചേർത്ത ഉടനെ ഒന്ന് അടച്ച് വയ്ക്കുക. 2-3 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒന്ന് തണുത്ത് കിട്ടുമ്പോൾ നന്നായിട്ട് കട്ടിയായി കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ നമുക്ക് കുക്കറിൽ തന്നെ എരിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. സദ്യക്കൊക്കെ വിളമ്പുന്ന എരിശ്ശേരി ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.